ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീമദ് ഭാഗവതാൻമുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവചഃ സർവൈർധർമ്മരൂപം തു വിശ്രുതം. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതാൻമുക്തി സപ്താഹേ വാചനം കുരു. എന്താ ചെയ്യേണ്ടത്? ശ്രീമദ് ഭാഗവതാൻമുക്തി, ഈ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് തന്നെ മുക്തി ലഭിക്കും. അതിനെന്താ വേണ്ടത്? സപ്താഹം വാചനം കുരു. സപ്താഹം 7 ദിവസം കൊണ്ട് വാചനം കുരു, വായിച്ചു തീർത്തോളുക. ഇതി സൂര്യവചഃ സർവൈർ, ഇതി സൂര്യവചഃ, ഇപ്രകാരം ആ സൂര്യഭഗവാൻ പറഞ്ഞത് എല്ലാവരും കേട്ടു. സർവൈർ ധർമ്മരൂപം തു വിശ്രുതം. സർവൈഹി ധർമ്മരൂപം. സർവൈ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ പറഞ്ഞതിനെ കേട്ടിട്ട് ധർമ്മരൂപം തു വിശ്രുതം. ധർമ്മരൂപം, അതിനെ എന്തായിട്ടാണ് കണക്കാക്കിയത്? ധർമ്മസ്വരൂപമായിട്ട് തന്നെ ആ സൂര്യഭഗവാന്റെ വാക്കുകളെ, ഇതാണ് ധർമ്മം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ജീവന് മുക്തി ലഭിക്കുന്നതിന് ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം വായിച്ചു തീർക്കാനായാൽ അതുകൊണ്ട് തന്നെ മുക്തി ലഭിക്കുമെന്ന് കാണിച്ചു തരുന്നു. പറഞ്ഞു തരുന്നത് ആരാണ്? വേദസ്വരൂപിയായിട്ടുള്ള സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇത് തന്നെയാണ് ധർമ്മത്തിൻ്റെ രൂപം. ഈ ഭാഗവതം എന്ന് പറയുന്നത് തന്നെ ധർമ്മമാണ്. ആ ധർമ്മത്തെ ഒന്ന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുക്തി കിട്ടാതെ അലയുന്ന പ്രേതങ്ങൾക്ക് പോലും മുക്തി കിട്ടുമെന്ന് പറയുമ്പോൾ ഏറ്റവും മുക്തിക്ക് ഉതകുന്നതായി ഏറ്റവും ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്ന ആ ഗയാശ്രാദ്ധം പോലും മാറി നിൽക്കുന്നു ഈ ശ്രീമദ് ഭാഗവതത്തെ പാരായണം ചെയ്യുക എന്നുള്ള ആ മഹത് കർമ്മത്തിന് മുന്നിൽ. നമുക്കൊക്കെ എത്രയോ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഭാഗവതം തന്നെ പറയുന്നത് പോലെ കോടിജന്മ കൃതം പുണ്യം, അങ്ങനെ കോടിക്കണക്കിന് ജന്മങ്ങളിലെ പുണ്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് തതോ ഭാഗവതം ലഭ്യത, ഈ ശ്രീമദ് ഭാഗവതം എന്ന ഈ ഗ്രന്ഥം നമുക്ക് ലഭ്യമാകുന്ന, അല്ലെങ്കിൽ ഇതൊന്ന് കേൾക്കുവാൻ കഴിയുന്നത്, ഇതൊന്ന് ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കാതുകളിലേക്ക് ഇതൊന്ന് വന്ന് പതിക്കണമെങ്കിൽ പോലും കോടിക്കണക്കിന് ജന്മങ്ങളിലെ പുണ്യം വേണമെന്ന് പറയുന്നു. ആ പുണ്യം ഈശ്വര കൃപയാൽ നമുക്കുണ്ടായി. ഭഗവാൻ നമ്മളിലേക്ക് അതിൽ ഒരു വരിയെങ്കിലും നമുക്ക് കേൾക്കുവാൻ, വായിക്കുവാൻ, പറയുവാൻ, വിചാരം ചെയ്യുവാൻ ഭഗവാൻ അവസരം തരുന്നു എന്നുള്ളത് ആ ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ്. ഈ ഭാഗവതത്തെ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്താൽ മുക്തി കിട്ടാത്ത പ്രേതങ്ങൾക്ക് പോലും മുക്തി കിട്ടുമെങ്കിൽ ഇതിൽ മനസ്സർപ്പിച്ച് ഒരു ശ്ലോകമെങ്കിലും പാരായണം ചെയ്യുവാൻ കഴിഞ്ഞാൽ, പഠിക്കുവാൻ കഴിഞ്ഞാൽ, അർത്ഥവിചാരം ചെയ്യുവാൻ കഴിഞ്ഞാൽ, മനനം ചെയ്യുവാൻ കഴിഞ്ഞാൽ ഭഗവാനെ അവിടുന്ന് തീർച്ചയായും ജന്മമുക്തി നൽകുക തന്നെ ചെയ്യില്ലേ കണ്ണ. ഹരേ കൃഷ്ണ. ഈ ഗ്രന്ഥവും ഇതുപോലെയുള്ള ധാരാളം, നമുക്കറിയാം ഇന്ന് ധാരാളം ജ്ഞാനികളുടെ, മഹാത്മാക്കളുടെ സത്സംഗം ലഭ്യമായിട്ടുള്ള ഒരു കാലത്ത് വന്ന് പിറക്കുവാൻ കഴിഞ്ഞതും ആ സത്സംഗങ്ങളൊക്കെ ശ്രവിക്കുവാൻ കഴിയുന്നതും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രീമദ് ഭാഗവതാൻമുക്തി സപ്താഹം വാചനം കുരു ഇതി സൂര്യവചഃ സർവൈർധർമ്മരൂപം തു വിശ്രുതം.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭാഗവതാൻ മുക്തി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സൂര്യവച, അവിടെയും വിസർഗമുണ്ട്, ശ്രദ്ധിക്കുക. സർവൈർധർമ്മരൂപം, അവിടെ സർവൈർധർമ്മരൂപം, ധ ഒക്കെ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്ത 42-ാമത്തെ ശ്ലോകമാണ്. സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിത. സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം. സർവേ ബ്രുവൻ, സർവേ അബ്രുവനാണ്, സർവേ ബ്രുവൻ, സർവേ എല്ലാവരും, അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജ്ഞാനികളും വേദജ്ഞന്മാരും യോഗികളും എല്ലാവരും അബ്രുവൻ, അവരെല്ലാവരും ചേർന്ന് ഇങ്ങനെ, അബ്രുവൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു, എന്താ, പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം. പ്രയത്നേന കർത്തവ്യം, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലി അല്ല ഇത്. ഭാഗവതത്തെ 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. സുകരം ത്വിദം, ഇതാകട്ടെ വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമാണ്. ഗോകർണോ നിശ്ചയം കൃത്വ, അതുകൊണ്ട് ഗോകർണൻ ഉറപ്പിച്ചു, എന്ത്, കൃത്വ വാചനാർത്ഥം പ്രവർത്തിത. ആ വാചനം എന്ന് പറഞ്ഞാൽ വായിക്കുക. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ വായിക്കുന്നതിനായിട്ട് നിശ്ചയിച്ചുറച്ചു. അങ്ങനെയെങ്കിലും ആ ഒരു 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നതിലൂടെ ആ ധുന്ധുകാരിക്ക് മോക്ഷം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി. ഇതാകട്ടെ വളരെ നല്ലൊരു കാര്യം. ശ്രീമദ് ഭാഗവതത്തെ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, ഒട്ടും ആയാസമില്ലാത്ത കാര്യം. അങ്ങനെയുള്ള കാര്യം താൻ ചെയ്യുവാൻ തന്നെ, ആ സൂര്യഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുവാൻ തന്നെ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സർവേ ബ്രുവൻ പ്രയത്നേന കർത്തവ്യം സുകരം ത്വിദം ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിത. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രവർത്തിത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. സർവേ ബ്രുവൻ, അവിടെ എകാരം നീട്ടിയെടുക്കുക. അതുപോലെ തു ഇതമാണ്, പക്ഷെ പദം ഇരിക്കേണ്ട, ത്വിദം, അത് ശ്രദ്ധിക്കുക. ബാക്കി എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 43-ാമത്തെ ശ്ലോകമാണ്. തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാജ്ജനായയുഃ പങ്ക്വന്ധവൃദ്ധമന്ദാശ്ച തേപി പാപക്ഷയായ വൈ. നോക്കൂ, ഭഗവാന്റെ കാരുണ്യം, നമ്മുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സുകൃതം ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാവും നമ്മളിലേക്ക് എത്തിച്ചേരുകയെന്നറിയില്ല. പറയുക തത്ര സംശ്രവണാർത്ഥായ. അപ്പോൾ അങ്ങനെ 7 ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ തീരുമാനമെടുത്ത് ആ ഗോകർണൻ ഭാഗവത പാരായണം തുടങ്ങി. തത്ര, അവിടെ സംശ്രവണാർത്ഥായ, ഇത് കേൾക്കുന്നതിനായിക്കൊണ്ട് ദേശഗ്രാമാജ്ജനായയോ, പല ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ, ജനായയോ, ദേശഗ്രാമാത് ജന, ഇങ്ങനെ 2 വാക്കുകളുണ്ട് അവിടെ. ജന, ജനങ്ങൾ, യയോ, വന്നു ചേർന്നു. ഈ ഭാഗവതം കേൾക്കുന്നതിനായിക്കൊണ്ട് തന്നെ അവിടെ പല ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ആളുകൾ വന്നു തുടങ്ങി. ആ വന്നവരിൽ പങ്കു അന്ധവൃദ്ധമന്ദാശ്ച, പങ്കു അന്ധ വൃദ്ധമന്ദാശ്ച. നോക്കൂ, വന്നവരിൽ ആരൊക്കെയുണ്ട്? പങ്കു, മുടന്തന്മാര്, അന്ധ, അന്ധന്മാര്, വൃദ്ധ, വൃദ്ധന്മാര്, മന്ദാശ്ച,
മന്ദാഹ ചാണ് മന്ദാശ്ച. മന്ദ എന്ന് പറഞ്ഞാൽ മൂഢന്മാർ, അവരുമൊക്കെ എത്തിച്ചേർന്നു. തേപി പാപക്ഷയായവൈ. തേ അപി അവർക്കുമൊക്കെ പാപക്ഷയായവൈ. ഇത് തങ്ങളുടെയും പാപങ്ങളെ ക്ഷയിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ശ്രീമദ് ഭാഗവത പാരായണം 7 ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പാരായണം, ഗോകർണൻ്റെ ഈ ഭാഗവത പാരായണം ശ്രവിക്കുന്നതിനായിക്കൊണ്ട് ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ, പല ദേശങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ എത്തിക്കൂടി. കഴിഞ്ഞില്ല, മുടന്തന്മാരും അന്ധന്മാരും വൃദ്ധരും മൂഢന്മാരും വരെ എത്തി. കാരണം തങ്ങളുടെയൊക്കെ പാപം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി പോകുമെന്ന് അവരുറപ്പിച്ചു. പ്രേതത്തിനു മാത്രമല്ല, പ്രേതാവസ്ഥയിലേക്ക് എത്തിയവർക്ക് മാത്രമല്ല ഇതുകൊണ്ട് മോചനമുണ്ടാവുക. തങ്ങളുടെയൊക്കെ നോക്കൂ, ഇവിടെ ജ്ഞാനികൾ പറയാറുണ്ട്, നമുക്കിതുപോലെയുള്ള മുടന്തരായിട്ടും അന്ധന്മാരായിട്ടും ഇതേപോലെ ഒക്കെ ബുദ്ധിമുട്ടുകളുമായി ജനിക്കുന്ന നമ്മുടെയൊക്കെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപകർമ്മങ്ങളുടെ ഫലമാണ്. അത് രോഗങ്ങളായിട്ട് ദുരിതങ്ങളായിട്ടൊക്കെ വരുന്നതാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പാപങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുവാൻ ഈ ശ്രീമദ് ഭാഗവത പാരായണത്തെ ഒന്ന് ശ്രവിച്ചാൽ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഇവരൊക്കെ അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ നമുക്ക് തോന്നാം, ഈ മുടന്തന്മാരൊക്കെ അന്ധന്മാരൊക്കെ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്? നമുക്ക് അതിശയം തോന്നാവുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ശ്ലോകവും കൂടിയായിരിക്കും. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകനെ വാചാലനാക്കുന്നതും ഒരു മുടന്തനെ പർവ്വതത്തിൽ കയറ്റുന്നതും യത് കൃപാതമഹം വന്ദേ. യാതൊരു ഭഗവാന്റെ കൃപയാണോ, ആ ഭഗവാന്റെ കൃപയ്ക്ക് പേരാണ് പരമാനന്ദമാധവം. പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന, സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന ആ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അന്ധൻ കണ്ണു ഉള്ളവനായി അല്ലെങ്കിൽ കണ്ണു കാണുന്നവനായി മാറും. മുടന്തൻ മല കയറും. സംസാരിക്കാത്തവൻ വാചാലനായി സംസാരിക്കും. അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കൃപ, ഈ പാപം മൂലമാണ് ഇങ്ങനെയുള്ള ജന്മങ്ങളായി വരുന്നതെങ്കിൽ പോലും, അങ്ങനെയുള്ള ജന്മങ്ങളിൽ പോലും അവിടുത്തെ കൃപയുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ എത്രയോ എത്രയോ പേരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. ജനിക്കുമ്പോൾ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾ, കാതുകൾക്ക് കേൾവിശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ, കണ്ണ് കാണാത്ത കുഞ്ഞുങ്ങൾ, അവർക്കൊക്കെ പിന്നീട് വെളിച്ചമായി, കേൾവിശക്തിയായി, സംസാരശക്തിയായി ഭഗവാൻ അത്ഭുതങ്ങൾ കാണിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ കാരുണ്യം, അനുഗ്രഹം കൂടെയുള്ളപ്പോൾ ഇവർക്കൊക്കെ ശക്തിയായി, താങ്ങായി, തണലായി ഭഗവാൻ തന്നെയാണ് ഇവരെയൊക്കെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. ഗോകർണൻ്റെ ഭാഗവത സപ്താഹ പാരായണം കേൾക്കുന്നതിനായിക്കൊണ്ട് അവർക്ക് അത്രയും ഒരു പുണ്യവും കൂടി ഭഗവാൻ അങ്ങോട്ട് ചേർത്ത് വെച്ചു കൊടുത്തു. നമ്മൾ കൊച്ചുകുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അല്പം കയ്പുള്ള മരുന്നാണെങ്കിൽ എന്താ ചെയ്യുക? അല്പം തേനും കൂടി ചേർത്ത് കൊടുക്കുന്നത് പോലെ ഈ ജീവൻ്റെയൊക്കെ കഴിഞ്ഞുപോയ പല ജന്മപ്രയാണങ്ങൾക്കിടയിൽ സംഭവിച്ച അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെയൊക്കെ ഒരു ഫലം അനുഭവിക്കുന്നതിന് ഇങ്ങനെ ഒരു ജന്മം കൊടുത്തു, അതായത് മരുന്ന് കൊടുത്തു. ആ മരുന്നിനോടൊപ്പം ഭഗവാൻ ഇങ്ങനെ ഒരല്പം കാരുണ്യം, ആ തേനും കൂടെ അങ്ങോട്ട് ചാലിച്ച് ചേർത്ത് കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ കയ്പറിഞ്ഞില്ല, മധുരം മാത്രമേ ഇപ്പോൾ അവരറിയുന്നുള്ളൂ. ജീവിതത്തിലെ ഇതുപോലെയുള്ള ദുഃഖങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് അവരുമൊക്കെ എത്തി ഈ സപ്താഹ യജ്ഞവേദിയിൽ
ഗോകർണൻ്റെ സപ്താഹം കേൾക്കുന്നതിനായിക്കൊണ്ട്, ആ ഭാഗവത പാരായണം കേൾക്കുന്നതിനായിക്കൊണ്ട് എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്ര സംശ്രവണാർത്ഥായ ദേശഗ്രാമാജ്ജനായയോ പങ്ക്വന്ധവൃദ്ധമന്ദാശ്ച തേപി പാപക്ഷയായ വൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേശഗ്രാമാജ്ജന, അവിടെ ജ കൂട്ടക്ഷരമാണ്, ശ്രദ്ധിച്ച് വായിക്കുക. അതേപോലെ യയോ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് പങ്ക്വന്ധവൃദ്ധമന്ദാശ്ച, അവിടെ പങ്കു ആണ്, അവിടെ കാകാരം വരാനുള്ള സാധ്യതയുണ്ട്. പങ്കു അല്ല, പങ്കു. പങ്ക്വന്ധവൃദ്ധമന്ദാശ്ച, അത് ശ്രദ്ധിക്കുക. അതുപോലെ പങ്കു അന്ധാണ്, ഗ്വ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ തേപി, എകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 44-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.